തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ആ തുണിക്കച്ചക്കാരി മലപ്പുറം ചെയ്ത എന്നെ മേടത്തെ ഒരുമിപ്പിക്കാതിരിക്കാൻ ഇന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ആരാന്ന്. ഇന്ന് അവളെ ഞാൻ ബാലമാമേ, സമയം എത്രയെന്നറിയോ? ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. വന്നേ. അരവിന്ദന് അഭിമാനം എന്താണെന്നോ അന്തസ് എന്താണെന്നോ അറിയില്ല മോളെ. ഓരോരുത്തർ പറയുന്നത് കേട്ട് അങ്ങ് എടുത്തിയാടും. അതല്ലേ അവന്റെ ജീവിതം എങ്ങനെയായത്? എന്റെ ഭാര്യക്ക് ചോറ് കൊടുക്കാൻ നീ ആരാടി? ഞങ്ങളെ തമ്മി തല്ലിച്ച് അതിനിടയിൽ കയറി കളിക്കുന്നോടി തുണിക്കച്ചക്കാരി. എന്താടി മിണ്ടാ നിൽക്കുന്നേ? ചോദിച്ചതിന് മറുപടി പറയടി, എരണം കിട്ടവളെ. ഹോ, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു നശൂലം പിടിച്ച സാധനത്തിനെ കണ്ടിട്ടില്ല. എന്ത് ചോദിച്ചാലും കിണുങ്ങി കിണുങ്ങി നിന്നോളൂ, ഒന്നും അറിയാത്ത പോലെ. ചാരുമോളെ എന്ത് ചെയ്തതാ ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എന്റെ ലൈഫ് എങ്ങനെയൊക്കെ തകർത്തെറിയാന്ന് ആലോചിച്ച് നടക്കുന്ന ജന്തുവാ അവള്. എനിക്കും ഭാര്യയ്ക്ക് ഹണിമൂൺ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കളിയൊക്കെ കൊണ്ടിരുന്നു. ഇവരെ വിളിച്ച് ഞങ്ങൾ ഹണിമൂണിന് പോയി. ആകാശിനെ വിളിച്ചോണ്ട് വന്ന് അവിടെ എന്റെ ലൈഫിന് തുരങ്കം വെച്ചു. മേഡത്തിന്റെ കൂടെ ജീവിക്കാൻ പാടില്ലെന്ന് വെച്ച് അവിടെയും ശല്യം ചെയ്തോണ്ടിരുന്നു. അത് മാത്രമാണോ, മേഡത്തിന്റെ മേലെ എനിക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ച് മേഡമായിട്ട് വഴക്കുണ്ടാക്കുന്ന രീതിയിൽ എത്തിച്ചില്ലേ? എന്നെ വിട്ടുപോയ എന്റെ ഭാര്യയെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് എന്നെ കൊണ്ട് ആവും വിധം ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അതിനിടയിൽ ഇവള് കയറി ഇടങ്ങോലിടുക. അറിഞ്ഞിട്ട് വിചാരിക്കുന്ന പോലൊന്നും അല്ല. പാവത്തം കളിക്കല്ലേടി. നിന്നോട് ആരാ പറഞ്ഞ പൊന്നൂന് ഭക്ഷണം കൊണ്ടുപോവാൻ? പറയടി. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടല്ലേ ശ്രേയക്ക് ഭക്ഷണം കൊണ്ടുപോയത്? പറഞ്ഞിട്ടാണെന്നോ? എടി, ഞങ്ങള് പറഞ്ഞതല്ലേ നിന്നോട് കൊണ്ടുപോകണ്ടാന്ന്. എന്നിട്ട് നീ കേട്ടോ? അശ്വതി, ഒരു നേരത്തെ ഭക്ഷണമല്ലേ കൊണ്ടുകൊടുത്തത്, അതിന് ആകാശം ഇടിഞ്ഞു വീഴോ? ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല. എന്റെ മേട ഇവിടേക്ക് വരാൻ തീരുമാനിച്ചായിരുന്നു. ചോറും കൊണ്ടു ചെന്നെല്ലാം നശിപ്പിച്ച് വന്നേക്കോ തുണിക്കച്ചക്കാരി. ശ്രേയ എവിടേക്ക് വരാൻ തീരുമാനിച്ചെന്നോ? ആരാ പറഞ്ഞത്? പൊന്നു എന്നെ വിളിച്ചു പറഞ്ഞു. അത് ശ്രേയ വെറുതെ പറഞ്ഞതായിരിക്കും. അത് അമ്മായി അരവിന്ദേട്ടനെ വിശ്വസിച്ചോ? വെറുതെ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും നിന്റെ കാര്യമൊന്നുമല്ലല്ലോ, ഞങ്ങളുടെ കാര്യമല്ലേ. എന്തിനാണ് പിശാചൻ ഈ ഭക്ഷണം കൊണ്ട് പോയത്? മേഡം നിന്നോട് ചോറ് ചോദിച്ചാ? ഇല്ല, ചോദിച്ചില്ല. പക്ഷെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിന്നോട് ആരാ പറഞ്ഞേ? പൊന്നൂന് ദേഷ്യം പിടിപ്പിക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്ത്? അല്ല അമ്മായി, ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേൾക്ക്. ഞങ്ങൾ ആരും വിവരവും ബോധവും ഇല്ലാതെ വിഡ്ഢികളാണെന്ന് കരുതിയോ നീ പറയുന്നത് കേൾക്കാനായിട്ട്? മതിയടി, ഇതുവരെ ചെയ്തതൊക്കെ മതി. എന്റെ ജീവിതം നീ ഇല്ലാതാക്കാൻ നോക്കിയത്. നിന്റെ ആകാശന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? പിന്നെ എന്തിനാടി എന്റെ മേഡത്തിന്റെ ലൈഫ് ഇടപെടുന്നേ? ഞാൻ വേറൊന്നും വിചാരിച്ചല്ല ഭക്ഷണം കൊണ്ടുപോയത്. എടി, പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരുന്ന നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെ ഇടും. ഏമേ, പല്ല് താഴെ ഇടുന്നൊക്കെ നിന്റെ വ്യാമോഹ. അടി കൊണ്ട് താഴെ വീഴുന്ന നീയായിരിക്കും, എന്റെ കൈ കൊണ്ട്. അത് മനസ്സിലാക്കിയ നല്ലത്. എന്തിനാ മോളെ നീ ആ പെണ്ണിനൊക്കെ ഭക്ഷണം കൊണ്ടുപോയത്? എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ. ഇവന്റെ പൊന്നൂന്റെ ഇടയിലുള്ള പ്രശ്നം വലുതാക്കി ഇവരെ രണ്ടു വഴിക്കാക്കണം. അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണല്ലോ ഇവളുടെ പണി. ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ, കാര്യം അറിയാതെ സംസാരിക്കരുത്. അനു, നിന്റെ ചേച്ചിക്ക് പാചകം ചെയ്യാനാ അറിയാത്തത്, തല്ല് പിടിക്കാൻ നന്നായിട്ട് അറിയാം. ദേ രമേശേട്ടാ, ശ്രേയ മോള് പുറത്തുനിന്ന് കഴിച്ചാ ഈ വീടിന്റെ ഓടും കഴുക്കോലും താഴെ വീഴുമെന്ന് പറഞ്ഞാ ഇവള് ഭക്ഷണം കൊണ്ടുപോയത്. എന്തൊരു സ്നേഹമാ. ശ്രേയ പിണങ്ങിപ്പോയെങ്കിലും ഇപ്പോഴീ വീട്ടിലെ ഒരു അംഗം തന്നെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ ഭക്ഷണം കൊണ്ടുപോയത്. അത് മനസ്സിലാക്കി ശ്രേയ തിരിച്ചു വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഓ കഷ്ടം. എന്റെ മോനെയും പൊന്നൂനെയും ഒന്നിപ്പിക്കാനാണ് നീ അത് ചെയ്തെന്ന് ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുന്ന വട്ടന്മാരോട് പോയി പറ, അവര് വിശ്വസിക്കും. അമ്മായി
എന്റെ ഭാര്യ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്തിനാ മോളെ എന്നോട് പറയാതെ ഭക്ഷണം കൊണ്ടുപോയത്? നിന്റെ മനസ്സിന് നന്മയൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയില്ല. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. നന്മ ഈ കുടുംബത്തിൽ കേറി വന്ന് നമ്മളെല്ലാം തല്ലിപ്പിക്കുന്ന അവസ്ഥയിലാക്കിയവളാ വലിയൊരു നന്മ മരം. എല്ലാവരും ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ട് പോകണമെന്നാ എന്റെ ആഗ്രഹം. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. നിന്നെ വിശ്വസിക്കാനോ? ലോകത്തിലെ വേറെ ആര് വിശ്വസിച്ചാലും നിന്നെ മാത്രം വിശ്വസിക്കില്ല.